അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മാ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഓവനില്ലാതെ ഒരു മുട്ടയുണ്ട് ഏകദേശം 12-13 കപ്പ് കേക്ക് ഉണ്ടാക്കാൻ കാണിച്ചു തരാനാണ് പോകുന്നത്. അത് നല്ല സോഫ്റ്റായ നല്ല കപ്പ് കേക്കാണ്. സ്പോഞ്ച് പോലെ ഉണ്ട്. നല്ല നല്ല രസത്തിലായിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം കപ്പിന് ഓയിൽ വരട്ടി റെഡിയാക്കി വെക്കാം. കേക്കിൻ്റെ മിക്സ് റെഡിയാക്കാം. 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്, 1 കപ്പ് പാൽ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഏലക്കായ്. ഇത് 1 മിനിറ്റ് അടിച്ചെടുക്കുക. പഞ്ചസാരയിലൊന്ന് അരിഞ്ഞു വരുന്നത്. ഓയിൽ ഒഴിച്ച് വീണ്ടും അടിച്ചെടുക്കുക. 1 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ച് കൊടുക്കാം. 1/4 കപ്പ് ഓയിലാണ് വേണ്ടത്. 1/2 കപ്പ് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇത് 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 2 കപ്പ് മൈദയിൽ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് അരിച്ചെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അരച്ചായിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് ഒഴിക്കാം. മൈദ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തേക്ക് തന്നെ മിക്സ് ചെയ്യണം. കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ചും കൂടി മൈദ ചേർത്ത് ഇട്ട് കൊടുക്കാം. മെല്ലെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഇത് പൊങ്ങി കിട്ടില്ല. കട്ടിയില്ലാതെ നല്ല ഇതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കപ്പിൽ ഹാഫ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ ഞാൻ കറുത്ത മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു അലൂമിനിയം പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ അടികട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വന്നും എടുക്കാം. അതിലേക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ അലൂമിനിയം മൂടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അത് ഇതുപോലെ ഇങ്ങനെ മെല്ലെ ഇറക്കി വെക്കാം. പ്രീ ഹീറ്റൊന്നും ആക്കണ്ട, നേരെ തന്നെ ആദ്യം 1 മിനിറ്റ് ഫുൾ തീ വെക്കുക. ഇത്ര സ്ലോയിൽ വേണം തീ വെക്കാൻ. നന്ന കൂടിപ്പോയാൽ അടിയിൽ നിന്ന് കരിഞ്ഞു പോകും. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വെക്കാം. ഇതിൻ്റെ മേലെ ഒരു തുണി വെക്കാം, ആ ചൂട് അതുപോലെ നിലനിൽക്കാൻ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. പെർഫെക്റ്റ് കപ്പ് കേക്ക് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.